നമസ്കാരം. ഇൻസൈറ്റ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. അപകടം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ലോറിയിലേക്ക് ചരക്കിറക്കുന്നതിനിടെ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കൂട് തുറക്കൽ ഭക്തിസാന്ദ്രം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ചിരുന്ന സഞ്ചാരപാത അടച്ചുകെട്ടിയ റെയിൽവേ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം. മുപ്ലിയം പാലം മുതൽ നന്ദിപുരം സെന്റർ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്ന പൊന്തക്കാടുകൾ. അപകടഭീതിയിൽ യാത്രക്കാർ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നടത്തി. വാർത്തകൾ വിശദമായി. ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടിയിൽ നിന്ന് ലോറിയിലേക്ക് ചരക്കിറക്കുന്നതിനിടെ റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. കാട്ടൂർ സ്വദേശി എറിയാമ്പറമ്പിൽ സജികുമാറാണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 10:30 അപകടമുണ്ടായത്. കാലിത്തീറ്റയ്ക്കായുള്ള തവിടിന്റെ ചാക്കുകൾ ഗുഡ്സ് ട്രെയിനിൽ നിന്ന് തൊഴിലാളികൾ ഇറക്കി ലോറിയിൽ കയറ്റുന്നതിനിടെയാണ് സംഭവം. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ചാക്കുകൾ നനയാതിരിക്കാൻ ലോറിക്ക് മുകളിൽ കയറി ടാർപ്പായ ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവം ഉണ്ടായത്. ലോറിയുടെ മുകളിൽ നിന്ന് പായ പിന്നിലേക്ക് വലിക്കുന്നതിനിടെ ഒരു കാൽ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ വെച്ചപ്പോൾ തെന്നി വൈദ്യുതി ലൈനിന്റെ ഭാഗത്തേക്ക് വീഴുകയായിരുന്നു. തുടർന്ന് ശരീരം മുഴുവൻ തീ പിടിച്ച് താഴേക്ക് വീണുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഇദ്ദേഹത്തെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കൂട് തുറക്കൽ ഭക്തിസാന്ദ്രം. പ്രസിദ്ധമായ ഊട്ടുതിരുനാൾ ശനിയാഴ്ച രാവിലെ ആഘോഷമായ വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന, പള്ളിചുറ്റി പ്രദക്ഷിണം, രൂപം എഴുന്നള്ളിച്ചുവെക്കൽ തിരുക്കർമ്മങ്ങൾ നടത്തി. കൂട് തുറക്കൽ ശുശ്രൂഷകൾക്കും തിരുക്കർമ്മങ്ങൾക്കും തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞൂർ ജെയ്സൺ കൂരംപ്ലാക്കൽ നേതൃത്വം നൽകി. വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ നേതൃത്വം നൽകി. ശനിയാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ ഡേവിസ് പട്ടത്ത് ഊട്ടാശീർവാദം നിർവഹിക്കും. രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ഷിജോ ചിരിയങ്കണ്ടത്തും ഫാദർ എഡ്വിൻ ഐനിക്കലും കാർമ്മികരാകും. ഫാദർ അജിത് കൊള്ളന്നൂർ തിരുനാൾ സന്ദേശം നൽകും. രാവിലെ 8, ഉച്ചയ്ക്ക് 1, ഉച്ചതിരിഞ്ഞ് 3, വൈകിട്ട് 4 സമയങ്ങളിലും തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാന ഉണ്ടാകും. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ നേർച്ചയൂട്ട്. തിരുനാൾ ദിനത്തിൽ തൃശൂർ, ആമ്പല്ലൂർ, ചാലക്കുടി, ഇരിങ്ങാലക്കുട ഭാഗങ്ങളിൽ നിന്ന് വേലുപ്പാടത്തേക്ക് വാഹന സൗകര്യം ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 8ാം ഇടമായ ഓഗസ്റ്റ് 22 രാവിലെ 10:30 ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് ഫാദർ പോൾ മാളിയമ്മാവ് കാർമ്മികരായിരിക്കും. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ യാത്രക്കാർ കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന സഞ്ചാരപാത അടച്ചുകെട്ടിയ റെയിൽവേ അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു. പുതുക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായി റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് റെയിൽവേ അധികൃതർ താഴിട്ട് പൂട്ടിയത്. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന പാതയാണിത്. ഇതിന് സമീപത്തായി വാഹനങ്ങൾ നിർത്തുന്നതിന് സൗകര്യവും ഓട്ടോ സ്റ്റാൻഡും ഉള്ളതിനാൽ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്കും ലഗേജുകൾ കൊണ്ടുപോകുന്നതിനും മറ്റും ഏറെ സൗകര്യപ്രദമായ വഴിയാണ് അടച്ചുപൂട്ടിയത്. ഇതുവഴി അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ അകത്ത് കടക്കാൻ 24 പടികൾ കയറി ഇറങ്ങേണ്ടതുണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ വീണ്ടും പടികളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കി ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിൽ എത്താൻ കഴിയുന്ന പാത അടച്ചുകെട്ടിയത് പ്രതിഷേധാർഹമാണെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. അതേസമയം ഇരുചക്ര വാഹനങ്ങൾ പ്ലാറ്റ്ഫോമിലേക്ക് അതിക്രമിച്ച് കയറുന്നത് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ ഗേറ്റ് അടച്ചുപൂട്ടിയതെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. വൈകി എത്തുന്ന യാത്രക്കാരെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാൻ ഇതുവഴി പലതവണ ഇരുചക്ര വാഹനങ്ങൾ അപകടകരമായി ഓടിച്ചു കയറ്റിയതാണ് ഈ വഴി നിയന്ത്രണം ഏർപ്പെടുത്താൻ കാരണം. യാത്രക്കാർക്ക് ആവശ്യമായ സമയങ്ങളിൽ ഗേറ്റ് തുറന്നു നൽകാൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുമാണ് റെയിൽവേയുടെ ന്യായം. 2 പ്ലാറ്റ്ഫോമുകൾക്കിടയിലായി 4 ട്രാക്കുകളാണ് പുതുക്കാടുള്ളത്. ട്രാക്കുകൾ മുറിച്ചു കടക്കാൻ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് ഇവിടെ അനിവാര്യമാണ്. പ്ലാറ്റ്ഫോമിന്റെ നീളക്കുറവും വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നിലവിൽ 11 കോച്ചുകളുടെ നീളമാണ് പ്ലാറ്റ്ഫോമിനുള്ളത്. 2 കോച്ചുകളുള്ള ട്രെയിൻ എത്തിയാൽ യാത്രക്കാർ ട്രാക്കിലേക്ക് നേരിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ്. ഇത് ഭിന്നശേഷിക്കാരടക്കമുള്ള യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ ഇറങ്ങുന്ന യാത്രക്കാർക്ക്
പ്രധാന പാതയിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും എത്താനുള്ള വഴിയാണ് റെയിൽവേ അധികൃതർ അടച്ചുപൂട്ടിയത്. അടച്ചുപൂട്ടിയ ഗേറ്റിന് സമീപത്താണ് ഓട്ടോ സ്റ്റാൻഡ് ഉള്ളത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് ഏറെ നടക്കേണ്ടതിനാൽ കൂടുതൽ ലഗേജുമായി എത്തുന്ന യാത്രക്കാർ തൃശൂരിൽ ഇറങ്ങേണ്ട സ്ഥിതിയാണ്. കാലങ്ങളായി ഉപയോഗിച്ചിരുന്ന വഴി അടച്ചുകെട്ടിയ നടപടി പുനഃപരിശോധിക്കണമെന്നും യാത്രക്കാർക്ക് സുഗമമായി പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ സൗകര്യമൊരുക്കണമെന്നുമാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. ദിനംപ്രതി നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുന്ന ഈ ഗേറ്റ് അധികൃതർ അടച്ചുപൂട്ടിയിട്ട് കുറച്ച് മാസങ്ങളായി. കാലങ്ങളായി യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു പാതയാണിത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഗേജുമായി ഒക്കെ എത്തുന്ന യാത്രക്കാർക്ക് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്നതിനും ഒപ്പം ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുന്നതിനും എളുപ്പമായ ഒരു വഴിയായിരുന്നു ഇത്. ഏതായാലും ഈ പാതയിലൂടെ പ്ലാറ്റ്ഫോമിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ ഓടിച്ചു കയറ്റി എന്നതിൻ്റെ പേരിലാണ് ഗേറ്റ് അടച്ചു പൂട്ടിയതെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത്. ഏതായാലും റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. രാത്രിയിലടക്കം എത്തുന്ന സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ പ്രധാന പാതയിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും എത്താൻ ഈ ഗേറ്റിന് തൊട്ടപ്പുറത്തുള്ള ഒരു ഇടുങ്ങിയ വഴിയാണ് തുറന്നു കിടക്കുന്ന കാനയ്ക്ക് മുകളിലൂടെയൊക്കെ കടന്നാണ് പ്രധാന പാതയിലേക്ക് കടക്കുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഏതായാലും ഈ ഗേറ്റ് അടച്ചുപൂട്ടിയ നടപടി റെയിൽവേ അധികൃതർ പുനഃപരിശോധിക്കണമെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മുപ്ലിം ഇഞ്ചക്കുണ്ട റോഡിലെ പാഴ്ചെടികളും കുറ്റിക്കാടുകളും മൂലം യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. പുതുക്കാട് മുപ്ലിയം ഇഞ്ചക്കുണ്ട് റോഡിലെ പാഴ്ചെടികളും കുറ്റിക്കാടുകളും മൂലം യാത്രക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകി. മുപ്ലിയം പാലം മുതൽ നന്ദിപുലം സെന്റർ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വലിയ പൊന്തക്കാടുകളും പാഴ്ചെടികളും വളർന്ന് യാത്ര ദുരിതമായിരിക്കുകയാണെന്നും കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുന്നതായും പരാതിയിൽ വ്യക്തമാക്കുന്നു. ഇതുവഴി 2 വാഹനങ്ങൾ ഒരേ സമയം കടന്നുപോകുമ്പോൾ വശങ്ങളിലേക്ക് മാറി നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നു. കൂടാതെ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുന്ന തെരുവ് നായ്ക്കൾ പ്രഭാത സവാരിക്കും മറ്റും പോകുന്നവരുടെ നേരെ കുരച്ചുചാടി ആക്രമിക്കുന്നതും മറ്റൊരു ഭീഷണിയാണെന്നും പരാതിയിൽ പറയുന്നു. എത്രയും പെട്ടെന്ന് പരിഹാരം നടപ്പാക്കണമെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നും വലിയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കാരോടൻ വീട്ടിൽ KG രവീന്ദ്രനാഥ് പരാതി നൽകിയിട്ടുള്ളത്. റോഡിൻ്റെ ഇരു സൈഡിലും ഓരങ്ങളിൽ കുറ്റിക്കാടുകളും അതുപോലെ തന്നെ പടർപ്പുകളും പടർന്നു പിടിച്ച് കാൽനട യാത്രക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് PWD KRFB അധികൃതരാണ്. രാവിലെ തന്നെ നടക്കാനിറങ്ങുന്ന സ്ത്രീകളും പുരുഷന്മാരടക്കം നടക്കാനിറങ്ങുമ്പോൾ ഈ കുറ്റിക്കാട്ടിൽ നിന്ന് തെരുവ് നായ്ക്കൾ കൂട്ടത്തോടെ ആക്രമിക്കാൻ വരുന്നത് നിത്യസംഭവങ്ങളാണ്. അതിലുപരിയായിട്ട് 2 വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിലേക്ക് ഇറങ്ങി നിൽക്കണം, അല്ലെങ്കിൽ നമ്മളെ തട്ടിപ്പോവും, നമ്മൾ പടാവും. അപ്പോൾ അതിലൊരു തീരുമാനമാവും. അപ്പോൾ ഇത് ഒരു പൗരൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യം അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ KRFB എറണാകുളം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഇത് പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ്. കാട്ടാനക്കൂട്ടം എണ്ണപ്പന മരം മറിച്ചിട്ടതിനെ തുടർന്ന് പ്ലാന്റേഷൻ റോഡിൽ ഗതാഗതം മുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ 5:30യോടെയാണ് സംഭവം. ചാലക്കുടിയിൽ നിന്ന് പ്ലാന്റേഷനിലേക്ക് വന്ന KSRTC ബസും ടാപ്പിംഗ് തൊഴിലാളികളുടെ വാഹനങ്ങളും റോഡിൽ കുടുങ്ങി. പ്ലാന്റേഷൻ തൊഴിലാളികളെത്തി മരം മുറിച്ചു നീക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു. തുടർച്ചയായ കാട്ടാന ആക്രമണം മൂലം പ്ലാന്റേഷനിൽ തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലായിരിക്കുകയാണ്. ആനകളുടെ ആക്രമണം തടയാൻ പ്ലാന്റേഷൻ മാനേജ്മെന്റോ വനപാലകരോ നടപടികൾ എടുക്കുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നടത്തി. ഭാബ അറ്റോമിക് റിസർച്ച് സെന്ററിലെ മുൻ ശാസ്ത്രജ്ഞനും 2012 റേഡിയേഷൻ എൻവയോൺമെന്റലിസ്റ്റ് അവാർഡ് ജേതാവും എറണാകുളത്തപ്പൻ കോളേജ് എഞ്ചിനീയറിംഗിന്റെ മുൻ പ്രിൻസിപ്പാളുമായ ഡോക്ടർ MP രാജൻ ഉദ്ഘാടനം ചെയ്തു. SN ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി OC വിജയൻ ദീപം തെളിയിച്ചു. BVN തൃശൂർ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന മാതൃഭാരതി ട്രഷററുമായ ദിവ്യ ഷാജി അധ്യക്ഷത വഹിച്ചു.
സ്കൂൾ പ്രിൻസിപ്പൽ PS ഉഷ, SN സെക്രട്ടറി EN ശശി, ട്രഷറർ CK പ്രഭാകരൻ, SN ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് CP ഉണ്ണികൃഷ്ണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് KR രാഗേഷ്, BVN തൃശൂർ ജില്ലാ ഭാരവാഹികളായ C രാഗേഷ്, K കൃഷ്ണൻകുട്ടി, ശ്രീകാന്ത് ഗുരുപാദം, ജില്ലാ ശാസ്ത്രമേള സംയോജക TD ധന്യ, സ്കൂൾ മാനേജർ CG രാജൻ എന്നിവരും പങ്കെടുത്തു. തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്യുക, താൽക്കാലിക തൊഴിലാളികളെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ ജില്ലാ ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ കമ്മിറ്റി അംഗം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഗോപി അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി KR രവി, ജില്ലാ ട്രഷറർ AS സിദ്ധാർത്ഥൻ, MN മുരളീധരൻ, MR കൃഷ്ണൻകുട്ടി, PR പ്രസാദ്, KM അഷ്റഫ്, KD ബെന്നി എന്നിവർ പ്രസംഗിച്ചു. ബോർഡില്ലാത്തടത്തും നാഥനില്ലാത്തടത്തൊക്കെ കോൺഗ്രസിൻ്റെ ആളുകൾ കയറിയിരുന്ന് ഭരണം നടത്തുകയാണപ്പോൾ. അതാണ് ഇപ്പോൾ ലേബർ മിനിസ്റ്ററെ കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റില്ല. അവിടെ ഉദ്യോഗസ്ഥരെ സ്റ്റാഫുകളായിട്ടില്ല, അത്ര പേഴ്സണൽ സ്റ്റാഫ് തർക്കങ്ങളാണ്. അവിടെ കുറേ കതറിട്ട ആളുകൾ കയറിയിരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം, CITUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് UP ജോസഫ്, അവരെ ടോഡിക്കോട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ക്ഷേമ ബോർഡ് ബന്ധപ്പെട്ട പ്രശ്നം മിനിസ്റ്ററെ കണ്ട് സംസാരിക്കും. ഇരിങ്ങാലക്കുട ബ്ലോക്ക് ക്ഷീരമൈത്രിയുടെ നേതൃത്വത്തിൽ ക്ഷീരവികസന വകുപ്പിന്റെയും തൊട്ടിപ്പാൾ ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൊട്ടിപ്പാളിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. ക്ഷീരമേഖലയിലുണ്ടാകുന്ന ശാസ്ത്രീയവും സാങ്കേതികവുമായ പുതിയ അറിവുകളും ആശയങ്ങളും കർഷകരിലേക്ക് എത്തിക്കുക, കാലോചിതവും അനാവര്യവുമായ മാറ്റങ്ങൾ സ്വായത്തമാക്കാൻ കർഷകരെ പ്രാപ്തരാക്കുക, ക്ഷീരമേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഇതിലൂടെ ക്ഷീര കർഷകരുടെ സാമ്പത്തിക ഉന്നമനവും ലക്ഷ്യമിടുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ ഷാജു കോമ്പാറക്കാരൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരസമിതി ചെയർപേഴ്സൺ സലീഷ്, പഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് പടിഞ്ഞാറത്തല, സംഘം പ്രസിഡന്റ് KV രാജൻ, ഡയറി ഫാം ഇൻസ്ട്രക്ടർ T അനില, T സനിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇനി ബിസിനസ് ന്യൂസ്. തൃശൂരിൽ വണ്ടർ ഫാൾസ് മെഗാ എക്സിബിഷനുമായി DJ അമ്യൂസ്മെന്റ് ഒരുങ്ങിക്കഴിഞ്ഞു. ശക്തൻ നഗറിലാണ് നയാഗ്ര വാട്ടർഫോൾസും വൈവിധ്യമാർന്ന വിനോദങ്ങളും ദൃശ്യവിസ്മയ വിരുന്നൊരുക്കുന്നത്. തൃശൂരിൽ വണ്ടർ ഫാൾസ് മെഗാ എക്സിബിഷനുമായി DJ അമ്യൂസ്മെന്റ് ഒരുങ്ങിക്കഴിഞ്ഞു. ശക്തൻ നഗറിലാണ് നയാഗ്ര വാട്ടർഫാൾസും വൈവിധ്യമാർന്ന വിനോദങ്ങളും ദൃശ്യവിസ്മയ വിരുന്നൊരുക്കുന്നത്. വൈവിധ്യമാർന്ന മെഗാ എക്സിബിഷനിലൂടെ ഇന്ത്യയിലെമ്പാടും ശ്രദ്ധേയരായ DJ അമ്യൂസ്മെന്റിന്റെ മറ്റൊരു ദൃശ്യവിരുന്നാണ് തൃശൂരിന് ഓണക്കാഴ്ചയൊരുക്കുന്നത്. അമേരിക്കയും കാനഡയും അതിർത്തി പങ്കിടുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരം, ദുബായിലും ചൈനയിലുമുള്ള മാതൃകയിൽ ഒരുക്കിയ അപ്രത്യക്ഷമാകുന്ന സെറിയൽ വാട്ടർഫാൾസ്, ചലിക്കുന്ന കൂറ്റൻ ചിത്രശലഭങ്ങൾ, വർണ്ണക്കാഴ്ചയൊരുക്കുന്ന റോബോട്ടിക് ബട്ടർഫ്ലൈ പാർക്ക് എന്നിവ ആരെയും വിസ്മയിപ്പിക്കും. കൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ഫാമിലി ഗെയിംസ്, കൺസ്യൂമർ സ്റ്റാളുകൾ, വിവിധ റൈഡുകൾ, രുചി വൈവിധ്യങ്ങളുമായി ഫുഡ് കോർട്ട് എന്നിവ DJ അമ്യൂസ്മെന്റ് മെഗാ എക്സിബിഷനെ ശ്രദ്ധേയമാക്കുന്നു. കുടുംബത്തോടൊപ്പം 3-4 മണിക്കൂർ ചിലവഴിക്കാവുന്ന വിനോദാനുഭവങ്ങളാണ് ശക്തൻ നഗറിലെ 3 ഏക്കറോളം സ്ഥലത്ത് സജ്ജമാക്കിയ എക്സിബിഷൻ ഗ്രൗണ്ടിൽ DJ അമ്യൂസ്മെന്റ് സജ്ജമാക്കിയിരിക്കുന്നത്. ദിവസവും വൈകിട്ട് 3:30 മുതൽ രാത്രി 10 വരെയാണ് പ്രവർത്തന സമയം. 150 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, പാലക്കാട് ജില്ലകളിലെ വൻ ജനപങ്കാളിത്തത്തോടെയുള്ള എക്സിബിഷൻ അവതരണങ്ങൾക്ക് ശേഷമാണ് DJ അമ്യൂസ്മെന്റ് തൃശൂരിൽ എത്തിയിരിക്കുന്നതെന്നും കാണികൾക്ക് ജലവിസ്മയങ്ങളുടെ മതിവരാ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നതെന്നും സന്ദർശകരുടെ സുരക്ഷയ്ക്കും ശുചിത്വത്തിനും പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും DJ അമ്യൂസ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ CK ദിനേശ് കുമാർ, ജനറൽ മാനേജർ ബെന്നി VS, കോർഡിനേറ്റർ അഖിൽ K മോൻ എന്നിവർ പറഞ്ഞു.
ഈ ഓണക്കാലത്ത് തൃശ്ശൂരുകാർ മുഴുവൻ വെള്ളത്തിലാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം നമുക്കറിയാം, തൃശ്ശൂർ ശക്തൻ നഗറിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു ദൃശ്യവിസ്മയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അമേരിക്കയും കാനഡയും അതിർത്തി പങ്കിടുന്ന നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ ദൃശ്യവിസ്മയ കാഴ്ചകളാണ് ശക്തൻ നഗറിൽ ഒരുക്കിയിരിക്കുന്നത്. DJ അമ്യൂസ്മെന്റ് ആണ് ഈ ദൃശ്യവിസ്മയവുമായി തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് DJ അമ്യൂസ്മെന്റിന്റെ ജനറൽ മാനേജറായിട്ടുള്ള ബെന്നിച്ചേട്ടനും ഒപ്പം ഈ ദൃശ്യവിസ്മയം ഒരുക്കിയ അഖിലുമാണ്. ബെന്നിച്ചേട്ടാ, ഈ ഓണക്കാലം തൃശ്ശൂർക്കാർക്ക് ഒരു വലിയ വിസ്മയ കാഴ്ചയുമായിട്ടാണ് DJ അമ്യൂസ്മെന്റ് എത്തുന്നത്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു ബിഗ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാഴ്ച, നമ്മൾ സിനിമയ്ക്കായിട്ടുള്ള ബിഗ് സ്ക്രീൻ. അപ്പോൾ അതുപോലെ ഞങ്ങൾ അത്രയും വലിയ വിരുന്നാണ് ഒരുക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായ വാട്ടർഫോൾസ്, 2 വാട്ടർഫോൾസ്, അതുപോലെ തന്നെ സ്റ്റോളുകൾ, ഒരു ഉത്സവം തന്നെ ക്രിയേറ്റ് ചെയ്തു. അതിന് പുറകിൽ ഞങ്ങൾ വലിയൊരു എഫേർട്ട് ഉണ്ട്. അതിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് തന്നെ പറയണം അഖിലാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ വരുമ്പോൾ ബെന്നിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇത് ഒരുക്കാനുള്ള ഒരു കഷ്ടപ്പാട് എന്ന് പറയുന്നത് കഴിഞ്ഞ 2 മാസമായി DJ അമ്യൂസ്മെന്റ് ശക്തൻ നഗറിൽ എത്തിയിട്ട് നമ്മളിവിടെ വന്ന് ഞാനിപ്പോൾ ഇന്ന് ഇവിടെ വന്ന് ഈ കാഴ്ച കാണുമ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഒരുക്കിയതെന്ന് നമ്മൾ വിസ്മയിച്ചു പോകുന്ന കാഴ്ചകളാണ്. നിങ്ങൾ കണ്ടറിയേണ്ടതാണ്. ഏതായാലും അഖിലാണ് ഇത് ഒരുക്കിയത്. അഖിലിനോട് തന്നെ ചോദിക്കാം, ഈ ഒരു എഫേർട്ടിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം എങ്ങനെയാണ്? അല്ല, നമ്മളിത് ഒരു 1.5 മാസത്തോളമായി ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. അത് മഴ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ മുന്നിലുണ്ടായിരുന്നു. അതൊക്കെ അതിജീവിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ വരുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പൊതുജനങ്ങൾക്കായാലും ഒരു ദൃശ്യ വിരുന്നാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു അത്ഭുത കാഴ്ചയായിരിക്കും കൃത്യമായിട്ടും ഈ വെള്ളച്ചാട്ടം. അപ്പോൾ അത്തരത്തിലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ. പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നടത്തുമ്പോൾ, സമയത്തുള്ള കുറേ ചാലഞ്ചുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനൊക്കെ നമ്മൾ അതിജീവിച്ച് വളരെ മനോഹരമായിട്ട് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ വെള്ളച്ചാട്ടം എന്നുള്ളത് തീർച്ചയായിട്ടും ഇതൊരു മാജിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച കാണുന്നത്. അന്തം വിട്ടു നിൽക്കുകയാണ്. ഏതായാലും ഇവിടെ വരുന്ന ഓരോരുത്തരും, നമ്മൾ തൃശ്ശൂർക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കാശ് മുതലായിട്ട് നമ്മൾ തിരിച്ചു പോകുള്ളൂ. ക്യാമറമാൻ നന്ദൂരൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ഓണക്കാലത്ത് അരിയുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തിയതായി മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഓണക്കാലത്ത് അരിയുടെയും മറ്റ് അവശ്യവസ്തുക്കളുടെയും വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ ശക്തമായ ഇടപെടൽ നടത്തിയതായി മന്ത്രി OJ ജനീഷ് പറഞ്ഞു. തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ സപ്ലൈകോ ഓണം ജില്ലാ ഫെയർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 1.63 ലക്ഷം മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിലേക്കെത്തിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ജയ അരി, കുറുവ അരി, മട്ട അരി, പച്ചരി, ചെറുപയർ, ഉഴുന്ന്, വൻപയർ, തുവരപ്പരിപ്പ്, കടല, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങിയ 13 സബ്സിഡി സാധനങ്ങളും മറ്റുൽപ്പന്നങ്ങളും പ്രത്യേക വിലക്കിഴിവോടെ മേളയിൽ ലഭ്യമാണ്. ജില്ലാ ഫെയറിന് പുറമെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഓഗസ്റ്റ് 20 മുതൽ 25 വരെ പ്രത്യേക ഓണം ഫെയറുകൾ ഉണ്ടായിരിക്കും. തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നടക്കുന്ന ജില്ലാ ഫെയർ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെ പൊതുജനങ്ങൾക്കായി പ്രവർത്തിക്കും. മേളയിൽ ഉപഭോക്താക്കൾക്കായി പ്രത്യേക സമ്മാന പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ രാജൻ ജെ പല്ലൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മേളയിലെ ആദ്യ വിൽപ്പനയും കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള സമൃദ്ധി കിറ്റിന്റെ ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ഓഗസ്റ്റ് 25 വരെയാണ് ജില്ലാ ഫെയർ നടക്കുന്നത്. കല്ലൂർ കിഴക്കേ സെന്റ് റാഫേൽ പള്ളിയിലെ സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഓഗസ്റ്റ് 16 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെ സെന്റ് റാഫേൽസ് UP സ്കൂളിലാണ് ക്യാമ്പ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9495 980 545 9809 9965 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെ ഊട്ടുതിരുനാൾ ശനിയാഴ്ച ആഘോഷിക്കും. രാവിലെ 6:30 നേർച്ചൂട്ട് വെഞ്ചിരിപ്പ് നടക്കും. രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ തേജസ് കുന്നപ്പിള്ളിൽ കാർമ്മികനാകും. ഫാദർ ഡിക്സൺ കോലംപറമ്പത്ത് സന്ദേശം നൽകും. ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ശ്രീഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഇല്ലം നിറയും ഞായറാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി കൈനിക്കര വടക്കേടത്ത് ജയൻ നമ്പൂതിരിപ്പാട് നേതൃത്വം നൽകും. പുതിയ കാവിൽ SR ഗോൾഡ് എന്ന പേരിൽ ജ്വല്ലറി തുടങ്ങാമെന്ന് വിശ്വസിപ്പിച്ച് 87 ലക്ഷം രൂപ തട്ടിയ കേസിൽ ദമ്പതികൾ അറസ്റ്റിൽ.
പാപ്പിനിവട്ടം ചിറ്റൂർക്കാട്ടിൽ വീട്ടിൽ സുധീർ, ഭാര്യ സുബൈദ എന്നിവരെയാണ് പൊന്നാനിയിൽ നിന്നും മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 കോടി രൂപ നിക്ഷേപിച്ചാൽ ജ്വല്ലറിയിൽ പാർട്ട്ണറാക്കാം എന്ന വാഗ്ദാനം ചെയ്ത് പാലക്കാട് കുഴൽമന്നം സ്വദേശിയിൽ നിന്നാണ് ഇവർ പണം തട്ടിയത്. 2025 ജൂൺ മാസത്തിന് ശേഷം പല തവണകളായി പരാതിക്കാരന്റെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും പ്രതികളുടെ അക്കൗണ്ടിലേക്ക് 56 ലക്ഷം രൂപ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്യിക്കുകയും 31 ലക്ഷം രൂപ നേരിട്ട് പണമായി വാങ്ങിയുമാണ് തട്ടിപ്പ് നടത്തിയത്. പരാതിക്കാരൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്ന് മതിലകം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികൾ പിടിയിലായത്. മതിലകം പോലീസ് സ്റ്റേഷൻ SHO OS രജീഷ്, SI നസിയ M സാഹിബ്, GSCPOമാരായ പ്രബീൻ, ഷനിൽ, ഷിജീഷ്, CPO ദിവ്യ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാലാവസ്ഥ. ഇന്ന് കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ FTMന്റെ ഒരു താൽക്കാലിക ഒഴിവിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഓഗസ്റ്റ് 17 തിങ്കളാഴ്ച രാവിലെ 10:30 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,015 രൂപ, പവന് 1,12,120 രൂപ. പറപ്പൂക്കര രാപ്പാൾ എറാടത്ത് ലീലമ്മ മകൻ ഗിരിജൻ അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി സഹോദരങ്ങൾ രാധാമണി, സതീശൻ, മുരളി, മീന. പുതുക്കാട് സെന്റ് ജോൺ ഓഫ് ദ ക്രോസ് കോൺവെന്റിലെ സിസ്റ്റർ ഡൊനാത്ത അന്തരിച്ചു. 96 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി തട്ടിൽ ചേറ്റുപുഴക്കാരൻ ആന്റണി ത്രേസ്യ ദമ്പതികളുടെ മകളാണ്. കരുവാപ്പടി തെക്കേക്കര ചീനാത്ത് വാസു അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി തങ്കമണിയാണ് ഭാര്യ. രജീന്ദ്രൻ, രാജേഷ് എന്നിവർ മക്കളും, സിന്ധു, ലതിക എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ പാലത്തുപറമ്പ് മഠത്തിൽ കൊച്ച ഭാര്യ അമ്മിണി അന്തരിച്ചു. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 ലാലൂർ ശ്മശാനത്തിൽ. ശോഭന, ഗീത മക്കളും, പരേതനായ കൃഷ്ണൻ, രാജു മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റെയിൽവേ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ ലോറി ഡ്രൈവർ മരിച്ചു. അപകടം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ ലോറിയിലേക്ക് ചരക്ക് ഇറക്കുന്നതിനിടെ. വേലുപ്പാടം വിശുദ്ധ ഔസേപ്പിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ കൂട് തുറക്കൽ ഭക്തിസാന്ദ്രം. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രവേശിക്കാൻ ഉപയോഗിച്ചിരുന്ന സഞ്ചാരപാത അടച്ചുകെട്ടിയ റെയിൽവേ അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം. മുപ്ലിയം പാലം മുതൽ നന്ദിപുരം സെന്റർ വരെയുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും വളർന്ന് പൊന്തക്കാടുകൾ. അപകടഭീതിയിൽ യാത്രക്കാർ. ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ശാസ്ത്ര, ഗണിതശാസ്ത്ര, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള കോടാലി ശ്രീനാരായണ വിദ്യാമന്ദിർ സെൻട്രൽ സ്കൂളിൽ നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിച്ചു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.